ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് പാക്കിംഗ് വിശേഷങ്ങളാട്ടോ. 10 മണി ചെടികൾ പാക്ക് ചെയ്ത് അയക്കുന്ന വിശേഷങ്ങളാണ്. അതിൽ എനിക്ക് വന്ന അബദ്ധങ്ങളും പാളിച്ചകളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ 10 മണി ചെടികൾ ഇങ്ങനെ ഒന്നും സെപ്പറേറ്റ് ആക്കില്ല കേട്ടോ. എല്ലാം 2 കട്ടിങ്സ് വെച്ച് ഒന്നിച്ചെടുത്തിട്ട് അതിനകത്ത് എല്ലാ ടൈപ്പ് വരും. സിംഗിൾ പെറ്റലും മറ്റേ അടുക്ക് 10 മണിയും സിൻഡ്രല്ല വെറൈറ്റിയും പിന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നതും എല്ലാ വെറൈറ്റികളും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വർക്കിംഗ് ആണ്. എനിക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനൊന്നും എനിക്ക് ഒട്ടും ടൈം കിട്ടില്ല. ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് 7 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ. എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും രാവിലെ പറിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് വൈകുന്നേരം വന്നിട്ടായിരിക്കും ഇതെല്ലാം പാക്ക് ചെയ്യണത്. പാക്ക് ചെയ്ത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബോക്സസും ഞാൻ ഏകദേശം റെഡിയാക്കി വെക്കും. അപ്പോൾ എനിക്ക് വൈകുന്നേരം വരുമ്പോൾ പാക്കിങ് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ആദ്യം ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടൈറ്റാണ്. അങ്ങനെ ബോക്സൊക്കെ ആക്കി വെക്കലും പിന്നെ അതിനകത്തേക്കൊക്കെ എടുത്ത് വെക്കലൊക്കെ എനിക്ക് ഒട്ടും സമയം കിട്ടില്ല. ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ അഡ്രസ്സ് എഴുതിയപ്പോൾ ഒരു പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റി. പിൻ കോഡ് വെച്ചിട്ടാണ് ഇവരെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്ലേസ്. ഞാൻ DTDC കൊറിയർ വഴിയാണ് ചെയ്യുന്നത്. ഒരു പിൻ കോഡ് എഴുതിയപ്പോൾ തെറ്റിപ്പോയി. ഇതാട്ടോ ഞാൻ പറഞ്ഞ ബോക്സസ് ഞാൻ റെഡിയാക്കി വെക്കണത്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് റെഡിയാക്കിയാൽ മതി. പെട്ടെന്ന് കഴിയും എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഞാൻ പിൻ കോഡ് എഴുതിയത് തെറ്റിപ്പോയി. അതത് 003 ലാസ്റ്റ് വരണതിന് പകരം 005 ആയിപ്പോയി. അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ഓഫീസിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ചൊക്കെ വന്ന് എഴുതുമ്പോൾ ഒത്തിരി അഡ്രസ്സുകളൊക്കെ ഒന്നിച്ച് എഴുതാനുണ്ടാവുമല്ലോ. അങ്ങനെ എഴുതിപ്പോയപ്പോൾ പറ്റിയ തെറ്റാണ്. അപ്പം മലപ്പുറത്ത് പോയി, കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പിൻ കോഡിൽ പോകേണ്ടതിന് പകരം മലപ്പുറത്ത് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സൺഡേ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി. പിന്നെ മൺഡേ അല്ല ട്യൂസ്ഡേ ഒക്കെയാണ് കിട്ടിയത്. അപ്പോഴത്തേക്കും പ്ലാന്റൊക്കെ അഴുകി കുറച്ചിങ്ങനെ മോശമൊക്കെ ആയി. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് അന്ന് അയച്ചവർക്ക് ഞാൻ വീണ്ടും ഈ കൊടുക്കുന്ന സെറ്റിൻ്റെ ഒപ്പം ഒരു പ്ലാന്റിൻ്റെ സെറ്റും കൂടി അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ മിസ്റ്റേക്കാണല്ലോ, ഞാൻ ചെയ്തപ്പോൾ ശ്രദ്ധിക്കാത്ത കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 5 സെറ്റ് പ്ലാന്റ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ ഉണ്ട്. പ്ലാന്റ് ബോക്സിലൊക്കെ ആക്കി നല്ല വൃത്തിയായിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് ഇട്ടും പുറത്തേക്ക് ഇങ്ങനെ കാണാത്ത രീതിയിലും അങ്ങനെ മാക്സിമം സെല്ലോ ടേപ്പ് ഒട്ടിച്ചാണ് പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. എത്ര സേഫറായിട്ട് പാക്ക് ചെയ്യാവോ അത്രയും നല്ല കട്ടിയുള്ള കാർഡ്ബോർഡായിട്ടുള്ള ബോക്സിലാണ് പാക്ക് ചെയ്യണത്. പിന്നെ അവരുടെ ഓരോരുത്തരുടെയൊക്കെ അഡ്രസ്സൊക്കെ നോക്കി കറക്റ്റായിട്ട് നമ്മൾ എഴുതണം. പിൻ കോഡ് തെറ്റിയാൽ ആകെ പ്രശ്നമാവും എന്നുള്ളത് ഞാൻ അനുഭവത്തിൽ കൂടെ ശരിക്കും മനസ്സിലാക്കി. അപ്പോൾ ഒരു 5 പ്ലാൻസാണ് അയക്കാനുള്ളത്. 4 ശരിക്കും അയക്കാനുള്ളൂ. ഒരെണ്ണം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയ ആൾക്ക് ഞാൻ വീണ്ടും അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സന്തോഷമാവുമല്ലോ അയച്ചു കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ പേപ്പറൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഇതുപോലെ ഫ്രമ്മും ടൂവും അഡ്രസ്സ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിൻ കോഡ് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ അഡ്രസ്സ് ഇത്തിരി തെറ്റിയാലും പ്രശ്നമില്ല. പിൻ കോഡും ഫോൺ നമ്പറും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പ്ലേസിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫോൺ നമ്പറായിരിക്കും വിളിച്ച് ചോദിക്കണേ ആളുടെ വീട് എവിടെയാണെന്നൊക്കെ. ഇന്നിപ്പോൾ ഞാനൊരു കൊറിയർ കൊടുക്കാൻ ചെന്ന സമയത്തും അവിടെ ഫോൺ നമ്പർ ഇല്ലാഞ്ഞിട്ട് അവരവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ അവർ വെയിറ്റ് നോക്കിയിട്ടായിരിക്കും അതിനകത്ത് നമുക്ക് ബില്ലൊക്കെ തരുന്നത്. അപ്പോൾ ആ ബില്ല് വെച്ചിട്ട് അവിടെ ഒരു കോഡുണ്ട്. ആ കോഡ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കൊറിയർ വിശേഷങ്ങൾ. താങ്ക് യു.